ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിപ്സ് വരയ്ക്കുന്നതിനെ കുറിച്ചാണ്. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിൽ എങ്ങനെയാണ് എലിപ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എലിപ്സ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. മേജർ ആക്സിസ് എന്നും മൈനർ ആക്സിസ് എന്നും. മേജർ ആക്സിസ് 100 mm ആണെന്നും മൈനർ ആക്സിസ് 60 mm ആണെന്നും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിലാണ് എലിപ്സ് വരയ്ക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, 60, 100 mm തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 60 mm ഡയമീറ്ററിലും 100 mm ഡയമീറ്ററിലും എന്ത് ചെയ്യുക, ഓരോ സർക്കിൾ വരയ്ക്കുക. അപ്പോൾ റേഡിയസ് 30 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 60 ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 100 mm ഡയമീറ്ററിൽ അടുത്തൊരു സർക്കിൾ വരയ്ക്കുന്നു. 100 mm ഡയമീറ്ററിൽ എന്ത് ചെയ്യുന്നു, അടുത്തൊരു സർക്കിൾ വരയ്ക്കുന്നു. രണ്ട് സർക്കിൾ വരച്ചു. ആദ്യത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 ആണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 100 അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കലായിട്ട് അതിനൊരു ലൈൻ വരയ്ക്കുന്നു. അതിന് നമ്മൾ എന്തെടുക്കുന്നു, AB എന്നൊരു പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടലായിട്ടും അതിൻ്റെ ആ സെൻറ്ററിലൂടെ ലൈൻ മാർക്ക് ചെയ്യുന്നു. അതിന് നമ്മൾ CD എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ O എന്നുള്ള പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി ലൈനിൽ 30 ഡിഗ്രി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. 30 ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എന്ത് ചെയ്യുന്നു, താഴത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 30 ഡിഗ്രി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 60 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അതെന്ത് ചെയ്യുന്നു, താഴത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്തു, 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, 60 ഡിഗ്രിയിൽ മറ്റൊരു ലൈൻ വരച്ചു. നമ്മൾ വലതുഭാഗത്ത് ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇടത് ഭാഗത്തും ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു, 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ 60 ഡിഗ്രിയിൽ മറ്റൊരു ലൈനും വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയാണ് ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു, രണ്ട് സർക്കിൾ വരച്ചു, 60 mm ഡയമീറ്ററിലും 100 mm ഡയമീറ്ററിലും. അതിനുശേഷം എന്ത് ചെയ്തു, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അതിൻ്റെ സെൻറ്ററിലൂടെ ലൈൻ വരച്ചു. അതിന് AB എന്നും CD എന്നും പേര് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. അതേപോലെ തന്നെ ഇടത് ഭാഗത്തും എന്ത് ചെയ്തു, 30 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും ഓരോ ലൈനുകൾ വരച്ചു. അപ്പോൾ ഇനി ലൈനുകൾക്കൊക്കെ നമ്മൾ ഓരോ പേരുകൾ കൊടുക്കുകയാണ്. ഈ ആദ്യത്തെ ഈ AB ലൈൻ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 എന്ന് പേര് കൊടുക്കുന്നു. ഫസ്റ്റ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് 1 എന്നും രണ്ടാമത്തെ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, 1 എന്നും പേര് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമ്മൾ ഇത്രയും പേരുകൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ 2 എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ ആദ്യം വരച്ച CD ലൈനിന് പാരലായിട്ട് എന്ത് ചെയ്യുന്നു, 2 നിന്ന് അടിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ചെറിയൊരു ലൈൻ എന്തിന് പാരലായിട്ട്, CD എന്ന ലൈനിന് പാരലായിട്ട് 2 എന്ത് ചെയ്യുന്നു, അടിയിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. സെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എന്നും വരയ്ക്കുന്നു. അതേപോലെ തന്നെ 5 എന്നും 6 എന്നും വരയ്ക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 12 എന്ന് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് CDക്ക് പാരലായിട്ട് 12 എന്ന് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അതേപോലെ 11 എന്ന് 9 എന്ന് 8 എന്ന് ലൈനുകൾ വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എന്ന പോയിന്റിൽ നിന്ന് AB എന്ന ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടത്തെ ഭാഗത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. 2 എന്ന പോയിന്റിൽ നിന്ന് ABക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ലൈനും ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, 3 എന്നും പാരലായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ 4 എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. സെയിം ആസ് നമ്മളിവിടെ ഇടത് ഭാഗത്ത് വരച്ചത് ഈ 5 എന്നുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, വലത് ഭാഗത്തേക്ക് ABക്ക് പാരലായിട്ട് 5 നിന്ന് എന്ത് ചെയ്യുന്നു, വലത് ഭാഗത്തേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ആദ്യം വരച്ച ലൈനുമായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പോയിന്റ് കിട്ടുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, 6 നിന്നും വരയ്ക്കുന്നു.
നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബി എന്നുള്ള പോയിന്റും എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 8 എന്നുള്ള പോയിന്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, എ ബിക്ക് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. 9 നിന്നും വരയ്ക്കുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, ഈ 10 എന്നുള്ള ഒരു പോയിന്റും നമ്മൾ എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 11 എന്നുള്ള പോയിന്റിൽ നിന്ന് എ ബിക്ക് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു. 12 നിന്നും പാരലായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ പോയിന്റുകളെല്ലാം യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എലിപ്സ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റുകളെല്ലാം യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു എലിപ്സ് കിട്ടും.